കീഴടി മ്യൂസിയം. വൈഗയുടെ തീരത്ത് മണ്ണിനടിയിൽ ഉറങ്ങിക്കിടന്ന ഒരു നാഗരികത. ചരിത്രം ചിലപ്പോൾ പുസ്തകങ്ങളുടെ താളുകളിൽ നിന്ന് നമ്മളെ തേടി വരില്ല. അത് മണ്ണിനടിയിൽ നിന്ന് പതുക്കെ പുറത്തേക്ക് വരും. ഒരു ചെറിയ മൺപാത്രത്തിൻ്റെ കഷണമായി, ഒരു പഴയ ഇഷ്ടികയായി, ഒരു കിണറിൻ്റെ വളയമായി, ഒരു ഇരുമ്പുപകരണമായി, അല്ലെങ്കിൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു മനുഷ്യൻ എഴുതിവെച്ച ഒരു ചെറിയ അക്ഷരമായി. അത്തരമൊരു ചരിത്രത്തിലേക്കാണ് ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത്. മധുരയിൽ നിന്ന് ഏകദേശം 13 കിലോമീറ്റർ തെക്ക് കിഴക്കായി, ശിവഗംഗൈ ജില്ലയിൽ വൈഗൈ നദിയുടെ തീരത്തോട് ചേർന്ന് ഇന്ന് ശാന്തമായൊരു ഗ്രാമമായി കാണപ്പെടുന്ന ഒരു സ്ഥലം, കീഴടി. പക്ഷെ ഈ മണ്ണിനടിയിൽ ഒളിഞ്ഞിരുന്നത് ഒരു സാധാരണ ഗ്രാമത്തിന്റെ കഥയായിരുന്നില്ല. ഒരു കാലത്ത് ഇവിടെ ജീവിച്ചിരുന്ന ജനങ്ങളുടെ നഗരജീവിതത്തിന്റെയും കൃഷിയുടെയും വ്യാപാരത്തിന്റെയും കരകൗശലത്തിന്റെയും എഴുത്തിന്റെയും സാങ്കേതികവിദ്യയുടെയും കഥയായിരുന്നു അത്. ഇന്ന് ആ ചരിത്രത്തെ നമ്മുടെ മുന്നിലെത്തിക്കുന്ന പ്രധാന കേന്ദ്രമാണ് കീഴടി മ്യൂസിയം. കീഴടിയുടെ കഥ മനസ്സിലാക്കണമെങ്കിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് വൈഗൈ നദിയെയാണ്. മധുരയുടെ ജീവിതത്തോടും സംസ്കാരത്തോടും നൂറ്റാണ്ടുകളായി ചേർന്ന് നിൽക്കുന്ന നദിയാണ് വൈഗൈ. കീഴടി പുരാവസ്തു പ്രദേശത്തിന്റെ വടക്കുഭാഗത്ത് ഏകദേശം 2 കിലോമീറ്റർ അകലെയാണ് വൈഗൈ ഒഴുകുന്നത്. എന്തുകൊണ്ടാണ് ഒരു പുരാതന സമൂഹം നദിക്ക് സമീപം താമസിക്കാൻ തെരഞ്ഞെടുത്തത്? ഉത്തരം വളരെ ലളിതമാണ്. വെള്ളം ജീവിതമാണ്. കുടിവെള്ളത്തിന്, കൃഷിക്ക്, കന്നുകാലികൾക്ക്, കരകൗശലങ്ങൾക്ക്, യാത്രയ്ക്കും വ്യാപാരത്തിനും ഒരു സമൂഹത്തിൻ്റെ വളർച്ചയ്ക്കാവശ്യമായ പല കാര്യങ്ങൾക്കും നദി നിർണായകമായിരുന്നു. അതുകൊണ്ട് തന്നെ വൈഗൈ നദീതടത്തിൽ രൂപപ്പെട്ട പുരാതന മനുഷ്യവാസങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ കീഴടി ഒരു വലിയ ചരിത്ര കണ്ണിയായി മാറുന്നു. ഇന്ന് നമ്മൾ കാണുന്ന മധുര നഗരത്തിന് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സാമൂഹിക പശ്ചാത്തലം എങ്ങനെയായിരുന്നിരിക്കാം എന്നതിൻ്റെ സൂചനകൾ ഇവിടെ നിന്ന് ലഭിക്കുന്നു. കീഴടി എങ്ങനെ കണ്ടെത്തി? കീഴടി എന്ന പേര് ഇന്ന് ലോകമെമ്പാടുമുള്ള ചരിത്രപ്രേമികൾക്ക് പരിചിതമാണ്. പക്ഷേ ഒരു കാലത്ത് ഇതൊരു സാധാരണ ഗ്രാമപ്രദേശം മാത്രമായിരുന്നു. കൃഷിയിടങ്ങളിൽ മണ്ണുഴുതുമറിക്കുമ്പോൾ പഴയ മൺപാത്രങ്ങളുടെ കഷണങ്ങളും മറ്റു പുരാവസ്തു അവശിഷ്ടങ്ങളും ലഭിച്ചതോടെയാണ് ഈ പ്രദേശത്തിൻ്റെ പ്രാധാന്യം കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത്. ഇവിടെ ഏകദേശം 110 ഏക്കറിലധികം വ്യാപിച്ചു കിടക്കുന്ന പുരാവസ്തു സാംസ്കാരിക പാളികൾ കണ്ടെത്തിയിട്ടുണ്ട്. പ്രദേശത്തിൻ്റെ പല ഭാഗങ്ങളിലും പുരാതന താമസ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട തെളിവുകൾ ലഭിച്ചു. കീഴടിയോടൊപ്പം കൊന്തകൈ, മണലൂർ, അഗരം തുടങ്ങിയ സമീപ പ്രദേശങ്ങളും ഈ പുരാതന സാംസ്കാരിക ഭൂപ്രദേശത്തിൻ്റെ ഭാഗങ്ങളായി പഠിക്കപ്പെടുന്നു. ആദ്യകാല ഖനന പ്രവർത്തനങ്ങൾ 2014-15 മുതൽ 2016-17 വരെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നടത്തിയിരുന്നു.
2017-18 മുതൽ തമിഴ്നാട് സംസ്ഥാന പുരാവസ്തു വകുപ്പ് ഖനനത്തിന്റെ പ്രധാന ഘട്ടങ്ങൾക്ക് നേതൃത്വം നൽകി. 2017-18 ഒരു ഘട്ടത്തിൽ മാത്രം 5820 പുരാവസ്തുക്കൾ കണ്ടെത്തിയതായി സംസ്ഥാന പുരാവസ്തു വകുപ്പ് രേഖപ്പെടുത്തുന്നു. അവിടെ നിന്നാണ് കീഴടിയുടെ കഥ കൂടുതൽ വ്യക്തമായി തുടങ്ങുന്നത്. കീഴടിയിലെ ഏറ്റവും വലിയ അത്ഭുതങ്ങളിലൊന്ന് ഇതാണ്. ഇവിടെ കണ്ടെത്തിയ തെളിവുകൾ ഒരു ചെറിയ ഗ്രാമജീവിതം മാത്രമല്ല സൂചിപ്പിക്കുന്നത്. ക്രമബദ്ധമായ ഇഷ്ടിക നിർമ്മാണങ്ങൾ, വീടുകളുമായി ബന്ധപ്പെട്ട ഘടനകൾ, ടെറാക്കോട്ട റിംഗ് വെല്ലുകൾ, മേൽക്കൂരയുടെ ഓടുകൾ, ജലനിർവഹണവുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങൾ, വ്യവസായ കരകൗശല പ്രവർത്തനങ്ങളുടെ തെളിവുകൾ, എഴുത്തിന്റെ സാന്നിധ്യം, വ്യാപാരത്തെ സൂചിപ്പിക്കുന്ന വസ്തുക്കൾ, ഇവയെല്ലാം ചേർന്നപ്പോൾ ഗവേഷകർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് ഒരു വികസിച്ച നഗര സമൂഹത്തിന്റെ ചിത്രമായിരുന്നു. തമിഴ്നാട് പുരാവസ്തു വകുപ്പിന്റെ ശാസ്ത്രീയ പരിശോധനകൾ പ്രകാരം ചില കാർബൺ സാമ്പിളുകൾ ക്രിസ്തുമുൻപ് 6-ാം നൂറ്റാണ്ടിലേക്കാണ്, ഏകദേശം 580 BCE തീയതീകരിക്കപ്പെട്ടത്. ഇതോടൊപ്പം തമിഴ് ബ്രാഹ്മി എഴുത്തിന്റെ കാലക്രമത്തെയും കുറിച്ച് പുതിയ ചർച്ചകൾക്ക് കീഴടി വഴി തുറന്നു. അതായത്, നമ്മൾ ഇന്ന് കാണുന്ന നഗരജീവിതത്തിന് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ പ്രദേശത്ത് സംഘടിതമായ ഒരു സാമൂഹിക ജീവിതമുണ്ടായിരുന്നുവെന്നതിന് ഇവിടെ ശക്തമായ പുരാവസ്തു തെളിവുകൾ ലഭിക്കുന്നു. ഇനി നമുക്ക് കീഴടിയിലെ മറ്റൊരു പ്രധാന അധ്യായത്തിലേക്ക് പോകാം: എഗ്രേറിയൻ സൊസൈറ്റി. എഗ്രേറിയൻ എന്ന വാക്കിന്റെ അർത്ഥം കൃഷിയെ അടിസ്ഥാനമാക്കിയുള്ള സമൂഹം എന്നാണ്. ഇന്ന് ഒരു നഗരത്തിന്റെ സമ്പദ്വ്യവസ്ഥയെ IT, വ്യവസായം, വ്യാപാരം തുടങ്ങിയവ സ്വാധീനിക്കുന്നത് പോലെ പുരാതന സമൂഹങ്ങളുടെ ജീവിതത്തിൽ കൃഷിക്ക് വലിയ സ്ഥാനമുണ്ടായിരുന്നു. കീഴടിയിൽ നിന്ന് ലഭിച്ച മൃഗങ്ങളുടെ അസ്ഥികളുടെ പഠനം കന്നുകാലി വളർത്തലിനും കൃഷിയുമായി ബന്ധപ്പെട്ട ജീവിതത്തിനും തെളിവുകൾ നൽകുന്നു. പശു, കാള, എരുമ, ആട് ഇവയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. സംസ്ഥാന പുരാവസ്തു വകുപ്പിന്റെ റിപ്പോർട്ട് പ്രകാരം പരിശോധിച്ച മൃഗാവശിഷ്ടങ്ങളിൽ പശു, കാള, എരുമ, ആട് എന്നിവ വലിയൊരു പങ്ക് വഹിക്കുന്നു. ഇത് കൃഷിക്കും കന്നുകാലി പരിപാലനത്തിനും നൽകിയിരുന്ന പ്രാധാന്യത്തെക്കുറിച്ച് സൂചന നൽകുന്നു. അതിനൊപ്പം ചില വന്യമൃഗങ്ങളുടെ അവശിഷ്ടങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. അതായത്, അന്നത്തെ മനുഷ്യരുടെ ഭക്ഷണവും ജീവിതവും ഒരേയൊരു ഉറവിടത്തെ ആശ്രയിച്ചിരുന്നില്ല. കൃഷി, കന്നുകാലി വളർത്തൽ, വേട്ടയാടൽ, കരകൗശലം, വ്യാപാരം ഇവയെല്ലാം പരസ്പരം ബന്ധിപ്പിച്ചിരുന്ന ഒരു സമ്പദ്വ്യവസ്ഥയായിരിക്കാം. കൃഷിയുള്ളിടത്ത് വെള്ളം വേണം, വെള്ളമുള്ളിടത്ത് അതിനെ സംരക്ഷിക്കാനുള്ള അറിവും വേണം. കീഴടിയിലെ ഏറ്റവും കൗതുകകരമായ കണ്ടെത്തലുകളിലൊന്നാണ് ടെറക്കോട്ട റിംഗ് വെൽസ്. മണ്ണിനടിയിൽ ഒന്നിനു മുകളിൽ ഒന്നായി വൃത്താകൃതിയിലുള്ള ചുട്ടമൺ വളയങ്ങൾ സ്ഥാപിച്ച് നിർമ്മിച്ച കിണറുകളാണിവ. ചില റിംഗ്വെല്ലുകളിൽ ഒന്നിനുള്ളിൽ മറ്റൊന്ന് പൂട്ടിയിരിക്കുന്ന രീതിയിലുള്ള ഘടനയും കണ്ടെത്തിയിട്ടുണ്ട്. ഒരു പ്രത്യേക റിംഗ്വെല്ലിൽ കയറുപോലുള്ള അലങ്കാര രൂപങ്ങളും കണ്ടെത്തിയതായി പുരാവസ്തു വകുപ്പ് രേഖപ്പെടുത്തുന്നു. ഇത് വെറും അലങ്കാരമല്ല. അന്നത്തെ മനുഷ്യർ മണ്ണിനെയും വെള്ളത്തെയും നിർമ്മാണ സാങ്കേതിക വിദ്യയെയും എത്രമാത്രം മനസ്സിലാക്കിയിരുന്നു എന്നതിൻ്റെ ഒരു ചെറിയ ജനാലയാണ്. കീഴടിയിലെ ചില ഘടനകളിൽ വെള്ളം ഒഴുകിപ്പോകുന്നതിനുള്ള സംവിധാനങ്ങളുടെയും തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ചില മേൽക്കൂര ഓടുകളിൽ വെള്ളം പുറത്തേക്കൊഴിക്കാൻ സഹായിക്കുന്ന വിരൽപ്പാടുകളും ദ്വാരങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മോട് പറയുന്നത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള മനുഷ്യർക്ക് വെള്ളത്തിന്റെ വില അറിയാമായിരുന്നു എന്നതാണ്. ഇത് ഇന്നത്തെ ആധുനിക നഗരങ്ങളുടെ വാട്ടർ മാനേജ്മെന്റ് സംവിധാനവുമായി നേരിട്ട് തുല്യമാക്കേണ്ടതില്ല. പക്ഷേ വെള്ളം ശേഖരിക്കുക, ഉപയോഗിക്കുക, ഒഴുക്കുക, സംരക്ഷിക്കുക എന്നീ അടിസ്ഥാന ആശയങ്ങളെക്കുറിച്ച് പുരാതന സമൂഹത്തിന് പ്രായോഗിക അറിവുണ്ടായിരുന്നുവെന്നതിന് ഇത് തെളിവുകൾ നൽകുന്നു.
ഇനി നോക്കൂ, കീഴടിയിൽ കണ്ടെത്തിയ ഇഷ്ടിക നിർമ്മാണങ്ങൾ. ഇന്ന് നമ്മൾ വലിയ കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ സ്റ്റീൽ, കോൺക്രീറ്റ്, മോഡേൺ മെഷീനറി എന്നിവ ഉപയോഗിക്കുന്നു. പക്ഷേ 2000-ലധികം വർഷങ്ങൾക്ക് മുമ്പ് അന്നത്തെ മനുഷ്യർക്ക് ലഭ്യമായിരുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് തന്നെ ഉറപ്പുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ കഴിഞ്ഞിരുന്നു. ഇവിടെ വലിയ ഇഷ്ടിക മതിലുകളും നിലങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. ചില ഇഷ്ടികകൾക്ക് ഏകദേശം 38 സെന്റിമീറ്റർ നീളമുള്ള അളവുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കെട്ടിടങ്ങളിൽ ഉപയോഗിച്ച ഇഷ്ടിക, ചുണ്ണാമ്പ്, മേൽക്കൂര ഓടുകൾ തുടങ്ങിയവയുടെ ശാസ്ത്രീയ പരിശോധനകളും നടത്തിയിട്ടുണ്ട്. ചില ഘടനകളിൽ മരം ഉപയോഗിച്ചിരുന്നിരിക്കാമെന്നതിന് പോസ്റ്റ് ഹോൾസ് എന്നറിയപ്പെടുന്ന അടയാളങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. മരം ഇന്ന് നമുക്ക് ലഭിക്കാത്തത് സ്വാഭാവികമാണ്. കാലം കഴിഞ്ഞപ്പോൾ അത് നശിച്ചു പോയിരിക്കാം. പക്ഷേ അവ സ്ഥാപിച്ചിരുന്ന കുഴികളും അവ ഉറപ്പിക്കാൻ ഉപയോഗിച്ചിരുന്ന ഇരുമ്പാണികളും പോലുള്ള തെളിവുകൾ അതിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് സൂചന നൽകുന്നു. അതായത്, കീഴടിയിലെ ജനങ്ങൾ വെറും മൺകുടിലുകളിൽ ജീവിച്ചിരുന്ന ഒരു സമൂഹമെന്ന ലളിതമായ ധാരണയെ ഇവിടെ കണ്ടെത്തിയ ഘടനകൾ കൂടുതൽ സങ്കീർണമാക്കുന്നു. കീഴടിയുടെ ഏറ്റവും വലിയ ചർച്ചകളിലൊന്ന് എഴുത്ത്. മൺപാത്രങ്ങളുടെ കഷണങ്ങളിൽ കൊത്തിവെച്ചിട്ടുള്ള ചെറിയ അക്ഷരങ്ങൾ. ഇന്ന് നോക്കുമ്പോൾ അത് ഏതാനും വരകൾ മാത്രമായി തോന്നാം. പക്ഷേ ചരിത്രകാരന് അതൊരു സമൂഹത്തിൻ്റെ ശബ്ദമാണ്. കീഴടിയിൽ നിരവധി ഗ്രാഫിറ്റി ചിഹ്നങ്ങളും തമിഴ് ബ്രാഹ്മി എഴുത്തുള്ള മൺപാത്ര കഷണങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. ചിലതിൽ വ്യക്തിപരമായ പേരുകളുമായി ബന്ധിപ്പിക്കാവുന്ന എഴുത്തുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇവിടെയാണ് കീഴടിയുടെ പ്രാധാന്യം കൂടുതൽ വർദ്ധിക്കുന്നത്. തമിഴ്നാട്ടിലെ പുരാതന സമൂഹങ്ങളിൽ എഴുത്തിൻ്റെ ഉപയോഗം എത്ര പഴക്കമുള്ളതാണ് എന്ന ചർച്ചയ്ക്ക് ഈ കണ്ടെത്തലുകൾ പുതിയ തെളിവുകൾ നൽകി. സംസ്ഥാന പുരാവസ്തു വകുപ്പിൻ്റെ കാർബൺ ഡേറ്റിംഗ് ഫലങ്ങൾ ക്രിസ്തുമുൻപ് 6-ാം നൂറ്റാണ്ടിലേക്ക് എത്തുന്നതിനാൽ തമിഴ് ബ്രാഹ്മി എഴുത്തിൻ്റെ കാലക്രമത്തെക്കുറിച്ചും പുതിയ ഗവേഷണങ്ങൾക്കും ചർച്ചകൾക്കും കീഴടി കാരണമായി. നെയ്ത്തും കരകൗശലവും. ഒരു സമൂഹം വികസിക്കുമ്പോൾ കൃഷിക്കൊപ്പം കരകൗശലങ്ങളും വളരും. കീഴടിയിൽ നിന്ന് സ്പിൻഡിൽ വേൾസ് കണ്ടെത്തിയിട്ടുണ്ട്. സ്പിൻഡിൽ വേൾ എന്നത് നൂൽ നെയ്യുന്നതിനുള്ള ഉപകരണവുമായി ബന്ധിപ്പിക്കാവുന്ന ഒരു വസ്തുവാണ്. ഇതിവിടെ നൂൽ നിർമ്മാണമോ നെയ്ത്തുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളോ ഉണ്ടായിരുന്നുവെന്നതിന് തെളിവായി കണക്കാക്കപ്പെടുന്നു. അതോടൊപ്പം ഇരുമ്പുപകരണങ്ങൾ, ചെമ്പുപകരണങ്ങൾ, മൺപാത്രങ്ങൾ, ഗ്ലാസ് മണികൾ, അഗേറ്റ്, കാർണേലിയൻ, അമീതിസ്റ്റ് പോലുള്ള അർത്ഥവിലയേറിയ കല്ലുകളുടെ മണികൾ ഇവയും കണ്ടെത്തിയിട്ടുണ്ട്. ഇതെല്ലാം ചേർന്നപ്പോൾ കീഴടി ഒരു താമസ സ്ഥലം മാത്രമല്ല, കരകൗശലത്തിൻ്റെയും ഉൽപ്പാദനത്തിൻ്റെയും കേന്ദ്രമായിരുന്നിരിക്കാം എന്ന ആശയത്തിന് ശക്തി ലഭിക്കുന്നു. കീഴടിയിലെ ചില വസ്തുക്കൾ ഇവിടെ മാത്രം ലഭിച്ചിരുന്നവയല്ല. അഗേറ്റ്, കാർണേലിയൻ തുടങ്ങിയ മണികൾക്കുള്ള അസംസ്കൃത വസ്തുക്കൾ തമിഴ്നാടിൻ്റെ പുറത്തുള്ള പ്രദേശങ്ങളിൽ നിന്നെത്തിയിരിക്കാമെന്ന് പുരാവസ്തു ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നു. അതോടൊപ്പം വെയിൻ യൂണിറ്റ്സ്, സീൽസ്, അലങ്കാര മണികൾ ഇവയും കണ്ടെത്തിയിട്ടുണ്ട്. ഇതെല്ലാം പുരാതന സമൂഹത്തിൽ വ്യാപാര ബന്ധങ്ങൾ ഉണ്ടായിരുന്നിരിക്കാമെന്നതിന് സൂചന നൽകുന്നു. മധുരയിൽ നിന്ന് രാമനാഥപുരത്തെ അഴകംകുളം തുറമുഖ മേഖലയിലേക്കുള്ള പുരാതന വ്യാപാര പാതയുമായി കീഴടിക്ക് ബന്ധമുണ്ടായിരുന്നുവെന്നും മ്യൂസിയത്തിന്റെ ഔദ്യോഗിക വിവരങ്ങൾ പറയുന്നു.
അപ്പോൾ ഒരു ചിത്രം നമ്മുടെ മുന്നിൽ തെളിയുന്നു. വൈഗയുടെ തീരപ്രദേശം, അതിനോട് ചേർന്ന കൃഷിയിടങ്ങൾ, നഗരവാസം, കരകൗശല പ്രവർത്തനങ്ങൾ, വ്യാപാരപാതകൾ, തുറമുഖങ്ങളുമായി ബന്ധപ്പെടുന്ന വ്യാപാര ശൃംഖല, ഇതെല്ലാം ചേർന്ന ഒരു സജീവമായ ലോകം. അന്നത്തെ ആളുകളും കളികളും. ചരിത്രമെന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ രാജാക്കന്മാരെയും യുദ്ധങ്ങളെയും മാത്രമാണ് ഓർക്കുന്നത്. പക്ഷേ കീഴടി നമ്മെ സാധാരണ മനുഷ്യരിലേക്കും കൊണ്ടുപോകുന്നു. അവരുടെ ജീവിതം എങ്ങനെയായിരുന്നു? അവർ എന്താണ് ഉപയോഗിച്ചിരുന്നത്? അവർ എങ്ങനെ സമയം ചെലവഴിച്ചിരുന്നു? ഇതിനുത്തരം നൽകുന്ന ചില ചെറിയ തെളിവുകളും ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ടെറക്കോട്ട ഗെയിംസ്മെൻ, ഡൈസ്, ഹോപ്സ്കോച്ച് പോലുള്ള കളികളുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ കുട്ടികളുടെയും മുതിർന്നവരുടെയും വിനോദ ജീവിതത്തെക്കുറിച്ച് സൂചന നൽകുന്നു. അലങ്കാര വസ്തുക്കൾ, കാതിലണിയുന്ന ആഭരണങ്ങൾ, വളകൾ, മണികൾ, ഇവയൊക്കെ നമ്മോട് പറയുന്നത് മറ്റൊന്നാണ്. അന്നത്തെ മനുഷ്യരും നമ്മളെപ്പോലെ തന്നെ ജീവിതത്തെ ആസ്വദിച്ചിരുന്നു. അവർക്ക് ജോലിയുണ്ടായിരുന്നു, കുടുംബമുണ്ടായിരുന്നു, വ്യാപാരമുണ്ടായിരുന്നു, കലയുണ്ടായിരുന്നു, വിനോദവുമുണ്ടായിരുന്നു. ഇത്രയും വലിയ ചരിത്രം മണ്ണിനടിയിൽ നിന്ന് പുറത്തു വന്നപ്പോൾ അത് പൊതുജനങ്ങൾക്ക് എങ്ങനെ കാണിച്ചു കൊടുക്കും? അതിന്റെ ഉത്തരമാണ് കീഴടി മ്യൂസിയം. തമിഴ്നാട് സർക്കാർ കീഴടി കണ്ടെത്തലുകൾ പൊതുജനങ്ങൾക്ക് അവതരിപ്പിക്കുന്നതിനായി ഒരു പുതിയ സൈറ്റ് മ്യൂസിയം സ്ഥാപിക്കാൻ തീരുമാനിച്ചു. 2023 മാർച്ച് 5-ന് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ മ്യൂസിയം ഉദ്ഘാടനം ചെയ്തു. ഏകദേശം 31,000 ചതുരശ്ര അടി വിസ്തൃതിയിലാണ് മ്യൂസിയം നിർമ്മിച്ചത്. പദ്ധതി ചെലവ് ഏകദേശം 18.43 കോടി രൂപയായിരുന്നു. മ്യൂസിയത്തിന്റെ ലക്ഷ്യം പുരാവസ്തുക്കൾ ഗ്ലാസ് ബോക്സിനുള്ളിൽ വെച്ച് കാണിക്കുക മാത്രമല്ല, പുരാതന തമിഴ് സമൂഹത്തിന്റെ ഒരു സമഗ്രമായ ജീവിത ചിത്രം അവതരിപ്പിക്കുക എന്നതായിരുന്നു. ഇവിടെ മൺപാത്രങ്ങൾ മാത്രമല്ല, കൃഷി, നിർമ്മാണം, നെയ്ത്ത്, വ്യാപാരം, എഴുത്ത്, ആഭരണങ്ങൾ, കളികൾ, ജീവിതരീതി, ഇങ്ങനെ പല മേഖലകളിലായി കീഴടിയുടെ കഥ അവതരിപ്പിക്കുന്നു. ആനിമേഷൻ, വെർച്വൽ റിയാലിറ്റി പോലുള്ള ആധുനിക അവതരണ രീതികളും മ്യൂസിയത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ കയറുമ്പോൾ നമ്മുടെ മുന്നിൽ ആദ്യമെത്തുന്നത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ലോകമാണ്. മൺപാത്രങ്ങൾ, ചുട്ടമൺ വസ്തുക്കൾ, മണികൾ, ഇരുമ്പുപകരണങ്ങൾ, ചെമ്പുപകരണങ്ങൾ, നെയ്ത്തുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങൾ, കളിപ്പാട്ടങ്ങൾ, ആഭരണങ്ങൾ,
തമിഴ് ബ്രാഹ്മി എഴുത്തുള്ള മൺപാത്ര കഷണങ്ങൾ, ഗ്രാഫിറ്റി ചിഹ്നങ്ങൾ, കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട മാതൃകകളും തെളിവുകളും, ഇവയെല്ലാം ഒരു കഥയുടെ ഭാഗങ്ങളാണ്. മ്യൂസിയത്തിന്റെ അവതരണത്തിൽ പ്രധാനമായും 6 വിഭാഗങ്ങളിലായി ഏകദേശം 2500 വർഷങ്ങൾക്ക് മുമ്പുള്ള തമിഴ് ജീവിതത്തിന്റെ വിവിധ മേഖലകൾ വിശദീകരിക്കുന്ന രീതിയാണുള്ളത്. അതുകൊണ്ട് ഇത് വെറും ഒരു പുരാവസ്തു പ്രദർശനശാലയല്ല, ഒരു സിവിലൈസേഷൻ എക്സ്പീരിയൻസ് ആണ്. കീഴടിയുടെ ഏറ്റവും വലിയ ചരിത്ര പ്രാധാന്യം ഇവിടെ വീണ്ടും ഓർക്കാം. കൃഷിയുണ്ടായിരുന്നു, കന്നുകാലി വളർത്തലുണ്ടായിരുന്നു, കരകൗശലമുണ്ടായിരുന്നു, വ്യാപാരമുണ്ടായിരുന്നു, എഴുത്തുണ്ടായിരുന്നു, സംഘടിതമായ നിർമ്മാണമുണ്ടായിരുന്നു, ജലനിർവഹണത്തെക്കുറിച്ചുള്ള പ്രായോഗിക അറിവുണ്ടായിരുന്നു. ഇവയെല്ലാം ഒരുമിച്ച് നോക്കുമ്പോൾ കീഴടി നമ്മെ ഒരു വികസിച്ച സാമൂഹിക സംവിധാനത്തിന്റെ ചിത്രം കാണിക്കുന്നു. അതുകൊണ്ടാണ് തമിഴ്നാട് പുരാവസ്തു വകുപ്പ് കീഴടിയെ സംഗം ഏജിലെ ഒരു അർബൻ സെറ്റിൽമെന്റായി വിശേഷിപ്പിക്കുന്നത്. പക്ഷേ കീഴടിയുടെ യഥാർത്ഥ അത്ഭുതം ഒരു സ്വർണ്ണാഭരണമോ ഒരു വലിയ പ്രതിമയോ ഒരു രാജാവിന്റെ കൊട്ടാരമോ അല്ല, അതിലും ചെറിയ കാര്യങ്ങളിലാണ്. ഒരു മൺപാത്രത്തിന്റെ അരികിൽ കൊത്തിയിട്ട ഒരു പേര്, ഒരു കുട്ടിയുടെ കളിക്കല്ല്, ഒരു നെയ്ത്തുകാരന്റെ സ്പിൻഡിൽ വോൾ, ഒരു കിണറിന്റെ മൺവളയം, ഒരു ഇരുമ്പുപകരണത്തിന്റെ അവശിഷ്ടം, ഒരു പഴയ ഇഷ്ടിക. ഇവയെല്ലാം ചേർന്നാണ് ഒരു സമൂഹത്തിന്റെ കഥ രൂപപ്പെടുന്നത്. ചരിത്രം രാജാക്കന്മാരുടെ മാത്രം കഥയല്ലെന്ന് കീഴടി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ചരിത്രം സാധാരണ മനുഷ്യരുടെയും കഥയാണ്. കീഴടിയുടെ 1ാം ഭാഗത്തിന്റെ സമാപനം. കീഴടിയുടെ ചരിത്രത്തിലേക്കുള്ള നമ്മുടെ ആദ്യ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. വൈഗൈ നദീതീരത്ത് മണ്ണിനടിയിൽ മറിഞ്ഞുകിടന്നിരുന്ന ഒരു പുരാതന സംസ്കാരത്തിന്റെ നിരവധി തെളിവുകളാണ് ഈ മ്യൂസിയത്തിലൂടെ നമ്മൾ കണ്ടത്. എന്നാൽ കീഴടിയുടെ കഥ ഇതോടെ അവസാനിക്കുന്നില്ല. ഇനിയും ഒരുപാട് കൗതുകകരമായ കാഴ്ചകളും ചരിത്രാവശേഷിപ്പുകളും നമ്മെ കാത്തിരിക്കുന്നുണ്ട്. അവയെല്ലാം കാണാൻ കീഴടിയുടെ 2ാം ഭാഗത്തിൽ നമുക്ക് വീണ്ടും ഈ മ്യൂസിയത്തിലേക്ക് യാത്ര തുടരാം.